നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് എന്നിട്ട് ചോദിച്ചു, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. കുറച്ച് മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വൈജയന്തി ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ആ കുടിച്ച് നശിക്ക്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി കിടക്കാലോ, അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞു. ICU പോയി കിടക്കാൻ നല്ല സുഖമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇനി ICUലല്ല ഞാൻ പോയി കിടക്കാൻ പോകുന്നത്, ഞാൻ ഇനി ഒരു പോക്കോ പോകുള്ളൂ, അങ്ങ് നേരെ മുകളിലേക്കൊരു പോക്ക്. എന്താ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. നിന്റെ സംസാരം കേട്ടാ തോന്നൂലോ നീയാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതെന്ന്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്നെ ശുശ്രൂഷിച്ച നീയാന്ന്. വെറുതെ തമാശ പറയരുത് എൻ്റെ വൈജയ്. അല്ല നീ ഇവിടുന്ന് ഇറങ്ങി ഓടിയായിരുന്നല്ലോ ഒരു ദിവസം രാത്രിയിൽ, എന്നിട്ട് എന്തായി? വണ്ടിക്കടിയിൽപ്പെട്ട് ഒടുവില് തവള കിടക്കുന്നല്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കിടന്നില്ലേ? അതാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? നീ മദ്യപിച്ചിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. മദ്യപിച്ച് ഞാൻ വണ്ടി ഓടിച്ചു വന്നു കഴിഞ്ഞപ്പം നിനക്ക് അങ്ങോട്ട് വലിയൊരിത്, എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ നീ മദ്യപിച്ചിട്ട് പോയിട്ടാണോ നിനക്ക് ആക്സിഡന്റ് ഉണ്ടായത്? എടി നിന്റെ അഹങ്കാരത്തിന്റെ കൂടുതലുണ്ട. അഹങ്കാരം ഇത്തിരി കുറച്ച് വെക്കണം. നിന്റെ അഹങ്കാരം ചില്ലറയൊന്നും അല്ലല്ലോ. അപ്പോഴേക്കും വൈജ പറഞ്ഞു, ദേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് ദേഷ്യം വന്നാൽ എന്താടി? എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് ഞാൻ ചിലപ്പോൾ കുടിച്ചെന്നിരിക്കും. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കൃഷ്ണമോളൊന്ന് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് പിടിച്ചു. അച്ഛ വേണ്ട മതി മോളെ, പറയാനുള്ളൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, മറ്റേ കാര്യം ഇങ്ങോട്ട് പറയട്ടെ. അച്ഛ വേണ്ടച്ഛ ഇങ്ങോട്ട് ഒന്നേ, അലീനും ചേച്ചി പറഞ്ഞിട്ടില്ലായിരുന്നു മദ്യപിക്കരുതെന്ന്. അപ്പോഴേക്കും ബാലേന്ദ്രൻ നടങ്ങി. പിന്നീട് വൈജ ഇങ്ങനെ നോക്കി, എന്താടി നീ നോക്കുന്നത്? അതെ എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല മദ്യപിക്കുന്നതിന്. ഇതെൻ്റെ വീടാ, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പറയുന്ന നീ കൂടെ അനുസരിച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ഞാൻ നിന്നെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്. ചിലപ്പോൾ ഞാൻ മദ്യപിച്ചിട്ട് വരും, മദ്യപിക്കാതെ വരും, ചിലപ്പോൾ 4 കാലേ വന്നെന്നിരിക്കും. അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഓഹോ, അപ്പം ഞാൻ ബാലേന്ദ്രൻ്റെ ആരുമല്ലേ? നീയോ? നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല മുമ്പ്. നീ എൻ്റെ ഭാര്യ എന്നുള്ള, പക്ഷേ അതൊക്കെ ഞാൻ പണ്ടേ വിട്ട് കളഞ്ഞ കേസുകളാണ്. ഇമാതിരി ചീള് കേസൊന്നും ഞാൻ എടുക്കണില്ല. കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ബാ അച്ഛ, അച്ഛൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ സ്റ്റെയർ കേസ് കയറുന്ന സമയത്ത് ബാലേന്ദ്രൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞു, അതെ നിനക്ക് വിഷമം തോന്നുന്നുണ്ടോ? വിഷമം തോന്നണേ നന്നായി പേടി. ഇനിയിപ്പോൾ ഞാൻ മദ്യപിച്ച് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകാനായിട്ട് നിന്റെ പ്രാർത്ഥന. ചിലപ്പോൾ ഞാൻ ചത്തുപോകത്തേണ്ട വിഷമമായിരിക്കും നിനക്കല്ലേന്ന് ചോദിച്ചു. അങ്ങനെ ഓരോന്നോരോന്ന് കുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വന്നു. ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി. വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കാരണം ബാലേന്ദ്രൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അലീന വരുന്നതിന് മുമ്പ് താൻ പറയുന്നതൊക്കെ അനുസരിച്ചുകൊണ്ടിരുന്ന ശരിയായിരുന്നു. വൈജയന്തി പറയുന്നതെല്ലാം തുള്ളിക്കൊണ്ടിരിക്കും. അത് പക്ഷേ ബാലേന്ദ്രന് വൈജയന്തിയുള്ള ഇഷ്ടം കൊണ്ടൊന്നും ആയിരുന്നില്ല ആ സമയത്തൊക്കെ. ചില സമയങ്ങളിലൊക്കെ ബാലേന്ദ്രന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ കുടുംബത്തിലൊരു വഴക്കുണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാ 2 കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മാത്രം വിട്ടുകൊടുക്കുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാ ഇപ്പൊ ബാലേന്ദ്രന്റെ കോട്ടിലാണ് വന്ന് കിടക്കുന്നത്. ബാലേന്ദ്രന് എന്ത് വേളം ചെയ്യാം, തട്ടാം ഉരുട്ടാം, എന്ത് വേളം ചെയ്യാം. അതേ ഇതിലാണ് ബാലേന്ദ്രന്. കിട്ടാവുന്ന അവസരമൊക്കെ വൈജയന്തിക്ക് നേരം നന്നായിട്ട് പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, അച്ഛൻ എന്ത് പരിപാടിയാണ് കാണിച്ചേ? ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതല്ലേ മദ്യപിക്കരുതെന്ന്. ദേ ഞാൻ അലീന ചേച്ചിയെ വിളിച്ചു പറയൂട്ടോ. എൻ്റെ പൊന്നുമോളെ ചതിച്ചേക്കരുത്. ദേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് അലീന ചേച്ചി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൃത്യസമയത്ത് മരുന്ന് തരണമെന്നൊക്കെ. അച്ഛൻ ഇങ്ങനെ പോയാലും എങ്ങനെ ശരിയാവുന്നേ? എൻ്റെ മോളെ, ഞാൻ ചില സമയത്തെ നമുക്കൊന്നും അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ലെന്നേ. നമ്മുടെ മനസ്സിലിങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, അതിങ്ങനെ കത്തി ഇങ്ങനെ നീറി പോഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വലിയ ബോംബുണ്ടല്ലോ, എപ്പോഴേത് നിമിഷം വേളിലും പൊട്ടിപ്പോവും. ആ ബോംബ് അങ്ങോട്ട് പൊട്ടിച്ചാലോ എന്ന് എനിക്കൊരു ആലോചന. അച്ഛൻ എന്താ പറയണം? അത് മോളെ, അതങ്ങോട്ട് പൊട്ടിച്ചല്ലോ, അങ്ങോട്ട് തീർത്താലോ. അതങ്ങോട്ട് പൊട്ടിക്കുകയാണ് പിന്നെ പ്രശ്നമില്ല, എല്ലാം ശാന്തമാവും. പക്ഷെ അതുവരെ ഉണ്ടല്ലോ മനസ്സിലിരുന്ന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കുക. അച്ഛാ പ്ലീസ് അച്ഛ, അച്ഛനൊന്ന് കൂളാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ നെഞ്ചത്ത് കൈ വെക്കുവാണ്. പെട്ടെന്ന് കൃഷ്ണമോള് ഞെട്ടിപ്പോയി. എന്താ അച്ഛാ, അച്ഛൻ എന്തു പറ്റി? നെഞ്ചുവേദന എടുക്കുന്നുണ്ടോ?
ഒന്നുമില്ല മോളെ. കൃഷ്ണമോൾക്ക് പെട്ടെന്ന് ടെൻഷനായിപ്പോയി. കൃഷ്ണമോൾ ഓടിപ്പോയി മെഡിസിൻ എടുത്തോണ്ട് വന്നു. ഇത് കഴിക്കാച്ചാന്ന് പറഞ്ഞു. നെഞ്ചത്ത് തടവി ഇങ്ങനെ ബാലേന്ദ്രൻ വല്ലാത്തൊരവസ്ഥ നിന്ന് കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് സഹിച്ചില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ടെൻഷനായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രനെ അവിടെ പതുക്കെ പിടിച്ച് കിടത്തോണം. അച്ഛൻ ഇവിടെ കിടക്ക്, അച്ഛന് വെള്ളം എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പതുക്കെ ആ കയ്യാലൊക്കെ തടവിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. കൃഷ്ണമോൾക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അലീന ചേച്ചി ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അലീന ചേച്ചി പോയതോടുകൂടിയിട്ട് ഈ വീടിന് വെളിച്ചം തന്നെ ഇല്ലാതായതുപോലെ തോന്നി. ആകെപ്പാടെ വീണ്ടും ഒരു ശോകാവസ്ഥയാണ് വീട്ടിൽ. വൈജയന്തിയുടെ ഭരണമല്ലേ, കുട്ടികൾക്കിടയിലാണെങ്കിലും ഒരു ഫ്രീഡവും കാര്യങ്ങളും ഇല്ല. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ്. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ബബിതയാണെങ്കിൽ വല്ലാത്തൊരു വിഷമത്തോടു കൂടിയിട്ടാണ് ആ സമയത്ത് മുറിയിലിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് പോലും ബബിതയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് മുറിയിലേക്ക് വന്നു. പിന്നീട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. അലീന ചേച്ചി ഒന്ന് വിളിച്ചു പറയണോ? വേണ്ട, പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചി അവിടെ ഇരുന്ന് പിന്നെ ടെൻഷൻ അടിക്കും. പാവം, അതിനൊരു സമാധാനം കാണത്തില്ല. അച്ഛൻ മദ്യപിച്ചെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ അലീന ചേച്ചി അത്രമാത്രം അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്വന്തം അമ്മയാണ് തൻ്റെ അമ്മയെങ്കിലും പക്ഷെ അലീന ചേച്ചി അതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് തൻ്റെ അച്ഛനെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ മദ്യപിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ചേച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ അലീന ചേച്ചിയോട് പറയേണ്ട വരും. അച്ഛൻ ഡെയിലി മദ്യപിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണെന്നുള്ള കാര്യം കൃഷ്ണമോൾക്കറിയാം. ആരോടും ഈ സത്യങ്ങളൊന്നും പറയാനും പറ്റുന്നില്ല. കൃഷ്ണമോൾക്ക് മാത്രമല്ല അറിയത്തുള്ളൂ അലീന വൈജയന്തിയുടെ മോളാന്നുള്ള കാര്യം. രോഹിതേട്ടനോടോ ഭവിതേച്ചിയോടോ ഒന്നും പറയാനും പറ്റുന്നില്ല എന്നോർത്തൊരു വിഷമത്തിൽ കൃഷ്ണമോള് പോയി കിടക്കുകയാണ്. അന്നത്തെ രാത്രിയിൽ കൃഷ്ണയ്ക്കാണെങ്കിലും ശരി ബബിതയ്ക്കാണെങ്കിലും ശരി ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബബിതയുടെ മനസ്സിൽ അമ്മളി തന്നെ പറ്റിച്ചല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ സ്റ്റാലി ഫുഡ് കഴിക്കാൻ ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും അവത് കുടിച്ചാൻ അങ്ങോട്ട് വന്നു. ഇതെന്താ അപ്പച്ചനോടെ നിൽക്കുന്നത്, ഇരിക്കണില്ലേന്ന് ചോദിച്ചു. ഇല്ല, ഞാനിന്ന് ഉപവാസം ഇരിക്കപ്പച്ചാന്ന് പറഞ്ഞു. അവത് കുടിച്ചാൻ കൈയൊന്നും കഴിയാതിരുന്നു. ഇതെന്താ അപ്പച്ചനും ഉപവാസം എടുക്കാൻ തീരുമാനിച്ചോ? അതേടാ, അതിൻ്റെ സുഖം എന്താന്ന് ഞാനും ഒന്ന് അറിയണ്ടേ. അങ്ങനെ അപ്പോൾ വല്യപ്പച്ചനും മോളും കൂടെ എന്നെ വിളിക്കാനായിട്ടുള്ള ഭാവമായിരിക്കൂലേ? എടാ അങ്ങനെയൊന്നുമില്ല, അലീന നിരാകാരം ഇരിക്കുമല്ലേ, അതിൻ്റെ സുഖം എന്താണെന്ന് ഞാനും ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇരുന്നോ. അപ്പച്ചന് അതിരിക്കാനുള്ള ത്രാണിയുണ്ടോ? അവള് ചെറുപ്രായോ, അപ്പച്ചൻ്റെ പ്രായോ അതല്ല. എടാ പ്രായത്തിലൊന്നും വലിയ കഥയൊന്നുമില്ല, എനിക്കറിയാം. പിന്നെ ഒരു ഉപവാസം എനിക്കിരിക്കാനൊക്കെ അറിയാം. അപ്പച്ച പറയുന്ന അനുസരിക്കുമെങ്കിൽ മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട് പോയിരിക്കാൻ നോക്കും. പിന്നെ അങ്ങനെ ആഹാരം കഴിക്കാനെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. അതെ, ആദ്യമൊക്കെ കുറച്ച് ക്ഷീണമൊക്കെ കാണും, പിന്നെ അത് ശീലമായി കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എടാ ആ കൊച്ചിനെ വെറുതെ ഉപവാസം എടുത്താതെ നീ അതിൻ്റെ വീട്ടിൽ കൊണ്ടേ ആക്കിയേക്കാൻ പറഞ്ഞു. വെറുതെ എന്തിനാ അതിനിവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലിക്ക് ദേഷ്യം വന്നു. സ്റ്റാലി പറഞ്ഞു, ഇതേ അപ്പച്ചൻ്റെ കാര്യം നോക്ക്. എടാ ഞാൻ എൻ്റെ കാര്യം നോക്കിയിട്ടാണ് പറഞ്ഞേ. പാവം, അതിനെ എന്തിനാ ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലുന്നേ? അല്ലെങ്കിൽ തന്നെ അത് മെലിഞ്ഞായിരിക്കുന്നേ. ഇനി പട്ടിണിയും കൂടെ കിടന്ന് അത് വയ്യാതെ ആകേണ്ട കാര്യമില്ല. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അപ്പച്ച, നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചു അവളോട് നിരാഹാരം ഇരിക്കാനായിട്ട്? നമ്മളാരും നിർബന്ധിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അവള് സ്വയം അങ്ങോട്ട് നിരാഹാരം ഇരിക്കുക എന്നോടുള്ള വാശിക്ക്, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. എടാ നിനക്കറിയാലോ, ഈ 2-3 ദിവസത്തിനോട് ഇടയ്ക്ക് അവളാണെങ്കിൽ 1-2 ദിവസങ്ങൾ മാത്രം ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ശരിയാന്നേ? ഇത്തിരി വിട്ടുകൊടുത്താൽ എന്താടാ? അപ്പോഴേക്കും സ്റ്റാലിക്ക് ദേഷ്യം വന്നു. അപ്പച്ചൻ്റെ കാര്യം ചെയ്യാം, എന്തേലും കഴിച്ചിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. പിന്നെ നിന്റെ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നല്ലേടാ. എടാ എനിക്കിതിനേക്കാളും നല്ല ഫുഡ് അവിടെ കിട്ടും വീട്ടിൽ. പക്ഷേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാലോ, അവൻ്റെ ഒരു ഫുഡ്. എടാ നീ വലിയ കേണലായിരിക്കും, പക്ഷെ ഞാൻ നിന്റെ അപ്പനാന്നുള്ള കാര്യം ഓർമ്മ വേണം. നീ എന്നാടാ വലിയ കേണലായത്? എൻ്റെ മടിയിൽ കിടന്ന് അപ്പിയിടുകയോ മൂത്രം ഒഴിക്കുകയോ ചെയ്തവനാ. ആ സമയത്ത് പൗലോസും ആൻ്റപ്പനും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. സ്റ്റാലിക്ക് നല്ലൊരു നാണക്കേട് തോന്നി. അപ്പോഴേക്കും അത് കുടിച്ചാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ അവൾ മാത്രമാണ് നിനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിൽ, പക്ഷെ ഇപ്പം ഞാനും ഉണ്ട്, ഞാനും അവളോടൊപ്പം ഉണ്ടാ. ഇനി ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും. തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് തോൽപ്പിച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അത് കുടിച്ചാൻ അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാലി മുറ്റത്തേക്ക് വന്നപ്പോൾ അലീന നായക്കളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടോ.
അവൾ ആകെപ്പാടെ ക്ഷീണിത എന്നുള്ള കാര്യം മനസ്സിലായി. ഇങ്ങനെ പോയിട്ടുണ്ട് പണി പാളും എന്നുള്ള കാര്യം സ്റ്റാലിനിക്ക് മനസ്സിലായി. വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന മുറിയിലേക്ക് പോയി. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് വന്നു. മൂടിപ്പതിച്ച് കിടക്കുമായിരുന്നോളാം. അലീനയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അലീന എഴുന്നേറ്റു. എന്താ പപ്പാന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് പൗലോസിനെ വിളിപ്പിച്ചു. പൗലോസ് അങ്ങോട്ട് വന്നു. പൗലോസ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റാൻലി പറഞ്ഞു, എടാ ഈ ഇരിക്കുന്ന എൻ്റെ മകളാണ്. ഇനി മുതൽ ഇവള് പറയുന്ന വേണം നീ അനുസരിക്കാനായിട്ട്. പറഞ്ഞത് കേട്ടല്ലോ. ഇന്ന് മുതൽ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഇവള് പറഞ്ഞാൽ ഉണ്ടാക്കണ്ട. എന്ത് വേണമെന്ന് ഇവള് പറഞ്ഞു തരും. അതിന് മറുത്തൊരു അഭിപ്രായം നീ പറയരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവാ. എന്ത് വേണമെന്ന് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. പൗലോസ് ഇങ്ങനെ ഒന്നും ഇടാൻ നിൽക്കുകയാണ്. എനിക്ക് ആലോചിക്കാൻ സമയം വേണം. ആലോചിച്ചോ, ഇന്നും നാളെയുണ്ട്. എന്ത് വേണമെന്ന് തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. പൗലോസ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും അലീന പറഞ്ഞു, താങ്ക് യു പപ്പ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാലിയുടെ അടുത്ത് വന്ന് സ്റ്റാലിയോട് ചേർന്നിരിക്കുകയാണ്. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീനയുടെ സമരം അവസാനിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.